ഇല്ല, ഫുള്ള് എല്ലാം കൊച്ചിയിലോട്ട് പോയില്ല, കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങളിവിടെ പട്ടിണിയും പരിപാടിയോട്ടൊക്കെ കിടക്കുന്നതാണ്. ഞാൻ അന്നിവിടെ അത്യാവശ്യം സീരിയൽ വർക്കുണ്ട്. ആ സമയത്ത് സീരിയലിൻ്റെ വർക്ക് എന്തൊക്കെയോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനൊരു കാര്യം ചെയ്ത്, ഞാൻ പറഞ്ഞ വല്ല ദുബായിലും പൈസ വേണമല്ലോ. ഇപ്പം അന്ന് എനിക്ക് മോളായ സമയമായപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇതൊക്കെ നിർത്തിയിട്ട് അന്ന് മ്യൂസിക് പ്രോഗ്രാമർക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ദുബായിലൊരു ജോലി റെഡി ആയിട്ടുണ്ട്, 1,00,000 രൂപ സാലറി. ആ സമയത്ത് 2010 ടൈമിലാട്ടോ, 1,00,000 രൂപ സാലറി വലിയ എമൗണ്ട് അല്ലേ, കിട്ടും. പോകാമെന്ന് ഞാൻ വിചാരിച്ച്. എല്ലാം ഇവിടെ നിർത്തിയിട്ട് എല്ലാം കൂടെ മടക്കിയിട്ട് പെട്ടിയും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എനിക്ക് പ്രോഗ്രാമിങ്ങും അറിയാം, അത്യാവശ്യം പാടാൻ പറ്റും, അവിടെ പോയി എല്ലാം പാട്ട് പഠിപ്പിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ പോകാൻ വേണ്ടി നിന്ന സമയത്ത് ഒരു കോൾ വരുന്നു ഹൈദരാബാദിൽ നിന്ന്. സാർ, ഞാനിത് നിർത്താനുള്ള പരിപാടി നിന്നപ്പോൾ അവിടെ നിന്ന് കോൾ നിന്നിട്ട്, സാർ ഇതുപോലെ മിർച്ചി മ്യൂസിക് അവാർഡിൻ്റെ കാറ്റഗറിക്കകത്ത് നിങ്ങളെ പേര് നോമിനേഷൻ വന്നിട്ടുള്ളത്. നോമിനേഷൻ അങ്ങനെ വേർഡ് പോലെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ 2000 തൊട്ട് ആ ടൈമിലുണ്ട്, 2010 വർഷമായപ്പോഴാണ് നോമിനേഷൻ വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, സന്തോഷം. ഞാൻ എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ ആയിട്ട് സോനു നിഗം, ഹരിഹരനല്ല, വേറെ അവിടുത്തെ ഹരി, പിന്നെ എന്തോ വലിയ സിംഗേഴ്സൊക്കെ ഉണ്ട്, ഷാൻ, ഇവരുടെ കൂടെ. അപ്പോൾ എനിക്ക് 5 പേരുടെ പേരിൽ എൻ്റെ പേര് കൂടെ എഴുതാമല്ലോ. എനിക്ക് അതാണ് ഫേസ്ബുക്കിൽ ഞാനിട്ട് ഇവരുടെ കൂടെ എൻ്റെ പേര് നോമിനേഷൻ വന്നു.